വെൽക്കം റീജ. നമ്മുടെ ഹാൾ ഓഫ് ഫെയിം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. തീർച്ചയായിട്ടും ഒരുപാട് അമ്മമാർക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സ്റ്റോറിയാണ് റീജയുടേത്. അതുകൊണ്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും റീജയുടെ ഒരു സ്റ്റോറി എനിക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഒത്തിരി അമ്മമാർക്ക് അത് അറിയാനും താല്പര്യം ഉണ്ടാവും. എങ്ങനെയാണ് റീജ കോവിഡ് കാലത്ത് ഒരു ജോലി നഷ്ടപ്പെട്ട് അതിൽ നിന്നും തിരിച്ച് വീണ്ടും കരിയർ റീസ്റ്റാർട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നതെന്നുള്ളത്? സോ റിജ സ്വയം പരിചയപ്പെടുത്തോ. റിജ എവിടെ നിന്നാണ്, കുട്ടിക്കാലം, ഫാമിലി, പാരന്റ്സ് എന്താണ് ചെയ്തത്, എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. എന്റെ പേര് റിജ. ഞാൻ എറണാകുളം ജില്ലയില് അങ്കമാലി എന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് എയർപോർട്ടിനടുത്ത് വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാല് എനിക്കൊരു ചേച്ചിയാണുള്ളത്. പിന്നെ ഫാദർ നേരത്തെ ഞാനൊരു 4ാം ക്ലാസ് ആയപ്പോഴേ മരിച്ചു പോയായിരുന്നു. അതിനുശേഷം അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അമ്മ KSEB-യിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഫാദർ നഷ്ടപ്പെട്ടു. അത് ഒരു എൻറ്റയർലി ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അമ്മയുടെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ വർക്കിംഗ് ആയിട്ടുള്ള ഒരു വുമൺ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ജോലിയുടെ ടൈമും അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു വീട്ടിലിരുന്ന് അമ്മ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അമ്മ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു 8th ഒക്കെ ആയപ്പം അമ്മയ്ക്ക് ഈ ക്രോഷിയുടെ ഒരു മാറ്റ് ഉണ്ടാക്കലും പിന്നെ സ്പ്രഞ്ചീസ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എവിടുന്നാ കിട്ടിയെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും അമ്മ ഞങ്ങൾക്കും പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞു, പിന്നെ കോളേജ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ആ കോവിഡ് ഒക്കെ കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും മക്കളും എല്ലാവരും കൂടി സ്കൂളിൽ ജോലിക്ക് പോകലും ഒക്കെ നടക്കില്ല. അപ്പൊ അവരെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം വെക്കേഷൻ സമയത്ത്, ആ കോവിഡിന്റെ സമയത്ത് നമ്മൾ മൊബൈല് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് അവർക്ക് ആ ഒരു സ്കൂളിലേക്കുള്ള പോക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ എന്റെ ജോലി വേണ്ടാന്ന് വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 6 months എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഞാൻ തന്നെയാണല്ലോ തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പയ്യെ ബുദ്ധിമുട്ട് തുടങ്ങി. കാരണം ഞാൻ എന്റെ കയ്യിൽ ഒരു വരുമാനം ഇല്ല. മക്കളാണെങ്കിലും അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ തിരിച്ച് പോവാനായിട്ട് എനിക്ക് ഒരു എന്താ പറയാ, ഇവര് ഒരുപാട് ചെറുതല്ലെങ്കിൽ പോലും ഇവരെ കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തന്നെ ഞാൻ ഒരു മുഷിവ് വന്ന് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഒരു ഓൺലൈനിൽ ക്രോഷിയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായത്. അപ്പൊ അറ്റൻഡ് ചെയ്ത് ഞാൻ അത് നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ക്രോഷ്യ, അതായത് ക്രാഫ്റ്റ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക് ഒക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ഈ പറയുന്ന ഓൺലൈൻ മീഡിയയോ അങ്ങനെയുള്ളൊരു ടച്ച് എനിക്ക് വളരെ കുറവായിരുന്നു. കാര്യം ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ഒന്നും അല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് എനിക്കൊരു തന്നെ ചെയ്ത് തുടങ്ങാൻ പറ്റുക എന്നുള്ളൊരു കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചില വർക്ക്ഷോപ്സുകളൊക്കെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് അത് അങ്ങോട്ട് മാച്ചിങ് ആയിട്ട് തോന്നാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചിത്ര മാമിന്റെ ഒരു വെബിനാർ കാണാനിടയായത്. വളരെ യാദൃശ്ചികമായിരുന്നു. പക്ഷെ എനിക്ക് അതില് എന്തോ ഭയങ്കര കാര്യങ്ങൾ, അതായത് മാം പറഞ്ഞ ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ആ വെബിനാർ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലൂടെയാണ് ഞാൻ ചിത്ര മാമിന്റെ ക്ലാസ്സിലേക്ക് കയറിയത്. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയൊരു ലോകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനെ വളരെ പ്രിസൈസ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി മൊഡ്യൂൾ ആയിട്ട് മാം അതില് വളരെ എന്താ പറയാ, വളരെ ഈസി ആയിട്ട് വളരെ ഓപ്പൺ ആയിരുന്നു. അതാണ് ആ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാം ഇങ്ങനെ പറഞ്ഞു തരും. നമുക്ക് തുറന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും.
അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഒരു കോൺഫിഡൻസ്, പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാമിന്റെ ക്ലാസ്സിൽ. അപ്പൊ മാം ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളൊന്ന് സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ മാമിന് അറിയാൻ പറ്റും. അപ്പൊ മാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്തിരിക്കും. അത് ഭയങ്കര, പിന്നെ അതേപോലെ തന്നെ ആ 3 കാര്യങ്ങൾ സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് അതെനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് മാമിന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. എന്നിട്ട് മാം അവസാനം എനിക്ക് പേഴ്സണലി എനിക്ക് അതിന്റെ ലിങ്ക് ഇട്ട് തരും. പിന്നെ അത് കേട്ടു തുടങ്ങി. പിന്നെ ഗോളിന്റെ കാര്യങ്ങള് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. മാം വളരെയധികം കൃത്യമായിട്ട് അതിനെ എന്തുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. ശരിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളും വളരെയധികം എനിക്ക് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ അതിലേക്ക് ഈ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തു. മാക്സിമം ഞാൻ ക്ലാസ് മുടക്കാറില്ല. മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ 1-2 ക്ലാസ് മാത്രമേ എനിക്ക് മിസ്സായി പോയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും മാം പറയാറുണ്ട് ലിങ്ക് ഉണ്ട്, കോഴ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് അതിനും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം എന്തുകൊണ്ടും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാനൊരു നല്ലൊരു കൈകളിലാണ് എത്തിപ്പെട്ടത്. അതേപോലെ മാമിന്റെ എന്താ പറയാ നമ്മളൊന്ന് വീക്കാകുമ്പോ മെയിൻ ആയിട്ടും വീക്ക്ലി സെഷൻസും മാസ്റ്റർ മൈൻഡും ആ 2 ക്ലാസ്സുകളാണ്. അപ്പൊ നമുക്ക് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ തോന്നും ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്കും മാമിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടി നമുക്ക് അതൊരു എനർജിയാണ്. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല. ആ 2 ക്ലാസ്സിന്റെ ആ എനർജി ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പം വല്ലപ്പോഴും മഴയോ എന്തെങ്കിലും കാരണവശാൽ മാമിന്റെ ക്ലാസ് ഇല്ലെങ്കിൽ ആ ആഴ്ച പിച്ചി ഒന്ന് ഡള്ളായി പോകും. അപ്പൊ മാം പറയും നിങ്ങൾ ഡള്ളായി പോവരുത്, നിങ്ങൾ കേറി വരണം എന്നൊക്കെ മാം പറയാറുണ്ട്. അത് വളരെ സ്ട്രെസ് റിലീഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം റിജ. റിജ ക്രോഷ്യ എന്ന് കുറച്ച് സമയം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓക്കെ. തോന്നണില്ല ഈ ക്രോഷ്യ എല്ലാവർക്കും അറിയുന്ന ആക്ച്വലി ക്രോഷ്യ. ഓക്കെ. ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ജപ്പാൻ കൺട്രീസിലാണെങ്കിൽ പോലും അത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം അല്ല. അത് മെയിൻ ആയിട്ട് നമുക്ക് ഒരു നീഡിലും പിന്നെ യാണും വെച്ചിട്ടാണ്. ഹൂക്ക് ആൻഡ് യാൺ എന്നാണ് നമ്മൾ അതിന്റെ കോമ്പിനേഷൻ പറയുന്നത്. നൂല് പോലെയുള്ള മെറ്റീരിയൽ ആ അല്ലെ? ആ ആ അതായത് വുളൻ ത്രെഡ് ആണ് മെയിൻ ആയിട്ടും. വുളൻ ത്രെഡിൽ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ട്. കോട്ടൺ ത്രെഡ് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് കളേഴ്സും അങ്ങനെയുള്ള കുറച്ച് വേരിയേഷൻസ്, അങ്ങനത്തെ യാൺസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നീഡിലിനെ നമ്മൾ ഹൂക്ക് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ നീഡിൽ വെച്ചിട്ട് ആ ഹൂക്ക് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പം സോഫ്റ്റ് ടോയ്സ് വരെയുള്ള അമിക്കുരുമി വരെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ പറയുന്ന ക്രോഷ്യയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ തരത്തിലുള്ള സ്ലിംഗ് ബാഗ്സ് വരെ, അതുപോലെ തന്നെ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെയുള്ള അതായത് എന്തൊക്കെ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്കൊരു ക്ലോക്ക് വൈസ് ഈവൻ നെയിൽ ആർട്ട് വരെ നമുക്ക് ക്രോഷ്യയിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി അറിയപ്പെടാതെ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണണമെങ്കിൽ പോലും അങ്ങനെയുള്ള ഒത്തിരി വൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സത്യത്തിൽ ഞാൻ ക്രോഷ്യ മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ടു ബി ഓണസ്റ്റ് ക്രോഷ്യ ഞാൻ ശ്രദ്ധിച്ചത് റിജ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. ബിക്കോസ് ക്രോഷ്യ ആർട്ട് എന്ന് കേട്ടിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റിജ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാനിത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചത്. പക്ഷെ ഇത്രയും ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ആക്ച്വലി. കൂടുതലും നമ്മള് നോർത്തിലത്തെ ആൾക്കാരാണ് കൂടുതലും ഇങ്ങനത്തെയുള്ള ക്രോഷ്യ ഐറ്റംസ് ഒക്കെ, അതായത് വുളൻ, അപ്പൊ നമുക്ക് കമ്പിളി യൂസ് ചെയ്യാൻ, ഷോള് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. റിജ, നമ്മുടെ ഒരു ജേർണി ആൻഡ് ട്രാൻസ്ഫോർമേഷനിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ റിജയ്ക്ക് ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. സോ യു ക്യാൻ കണക്ട് ദിസ് വെൽ. നമുക്ക് ഇൻകം ഉണ്ടായിരുന്നു, പിന്നെ ഇൻകം ഇല്ലാത്തൊരവസ്ഥ. ആ സമയത്ത് നമ്മുടെ ആ ഒരു ഇൻകം എങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു ഫീൽ? ആ ഒരു ഫീൽ എങ്ങനെയാ ഉണ്ടാവുക? ഇൻകം എന്ന് പറയുന്നത് ഒരു ലേഡീസിനെ സംബന്ധിച്ച്, വുമൺ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കിങ്ങനെ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചോദിച്ച് എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് ചോദിക്കാൻ ഒരു മടിയുള്ള ഒരു കൂട്ടത്തിലാണ്.
അപ്പം അവിടെ നിന്നാണ് ഞാൻ സീറോയിലേക്ക് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു മൊമെന്റിലാണ് എനിക്ക് എന്തെങ്കിലും പഠിക്കണം, അതിൽ നിന്നും എനിക്കൊരു വരുമാനം ഉണ്ടാക്കണം, ആ വരുമാനം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യാം. അതും ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, മാമിന്റെ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യാം, മറ്റുള്ളവരെയും കൂടി കരുതുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടി വളരെ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ഇൻസ്പിറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ആ ക്രോഷ്യ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. സൂപ്പർ ആക്ച്വലി. സോ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് കുറെ നാളത്തേക്കും റിജ യു ആർ ആക്റ്റീവ്ലി ലേണിംഗ്. ഈ പറഞ്ഞതുപോലെ റിജ ശരിക്കും പറഞ്ഞാൽ എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസിൽ ഒരാളാണ് എനിക്ക്. കാരണം എല്ലാ സെഷൻസും മാക്സിമം നമ്മൾ ലൈവ് സെഷൻസ് വെച്ചാൽ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യും. ആ ഒരു പ്യൂരിറ്റി അക്കൗണ്ടബിലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇൻ കേസ് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് അറിയിക്കുന്ന ഒരു മനസ്സുണ്ട്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് സ്വന്തം കരിയറിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് അതെനിക്ക് അന്നേ മനസ്സിലായതാണ്. ദാറ്റ് ഈസ് വൈ ഐ വാസ് പുഷിങ് യു. ഇങ്ങനെ പോയാൽ പോരാ, യു ഷുഡ് സ്റ്റാർട്ട് ഏർണിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. സോ എപ്പോഴാണ്, ഏത് മൊമെന്റിലാണ് ഇനി ഒന്നും നോക്കേണ്ട, ഈ ക്ലാസ്സസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം? കാരണം ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏത് മൊമെന്റിലാണ് ഈ ക്ലാസ് അങ്ങ് പിന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് തോന്നിയത്? ഈ പറഞ്ഞ പോലെ ഞാൻ മാമിന്റെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോ സീറോ എന്നാണ് എനിക്ക് അറ്റൻഡൻസ് ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് മാം പറയും, കുഴപ്പമില്ല, സീറോ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, റിജോ മുന്നോട്ട് പോ, റിജോ ഓരോ സ്റ്റെപ്പ് എടുക്ക് എന്ന് പറഞ്ഞ് എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന അപ്പൊ 2-3 പ്രാവശ്യമായി എന്റെ അറ്റൻഡൻസ് ഷീറ്റിൽ സീറോസ് കണ്ടപ്പോ മാം പറഞ്ഞു, ഇനി കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട്, റിജയ്ക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് മാം എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ വന്നത് ആ ഒരു മാമിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ്. അപ്പം എനിക്ക് സ്റ്റോറി പറയാനോ എഴുതാനോ അങ്ങനെ എനിക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാം എനിക്ക് ആ ഒരു ക്ലാസ് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത്. ഇപ്പൊ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് എത്രമാത്രം ഇങ്ങോട്ട് അവരുടെ ഐഡിയയിലും അവരുടെ കോൺസെപ്റ്റിലേക്കും എത്തുന്നു എന്ന് നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കുവാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ എനിക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവായിരുന്നു. പക്ഷെ ഈ ക്രോഷ്യയുടെ ക്ലാസ് നമ്മൾ എടുത്തു തുടങ്ങിയപ്പോ തന്നെ വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്ന ആൾക്കാർ പോലും വളരെയധികം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അവര് ചെയ്ത വർക്കുകൾ കാണിച്ചു തരികയും അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഓക്കെ ആണ്, എനിക്ക് ടീച്ചിങ് കുഴപ്പമില്ല, എനിക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഞാൻ കംഫർട്ട് ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് അതിന്ന് ഉണ്ടാവുകയും ചെയ്തു. സോ യു ആർ ടീച്ചിങ് കിഡ്സ്. വെക്കേഷൻ ടൈം ആയപ്പം ഞാൻ ഓർത്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി വിടാൻ തന്നെ കാരണം എന്റെ മക്കള് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അവരെ നോക്കുമ്പോഴാണ് എനിക്ക് ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഈ മൊബൈൽ അഡിക്ഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്നൊന്ന് തോന്നി. അപ്പൊ എന്റെ ഏജിലുള്ളതും എന്റെ ഫ്രണ്ട്സിലുള്ളവരോട് ചോദിച്ചപ്പോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കിഡ്സിന്റെ ഇടയിൽ, അതായത് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഈ ക്രോഷ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറക്കാൻ എന്ന് വിചാരിച്ചത്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അതിലൂടെ ഇൻക്ലൂഡ് ആവുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹോബി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അവർ വെറുതെ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് വെറുതെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ അവർക്ക് ബോറടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു യാണും ഒരു ഹൂക്കും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ അവരുടെ മൈൻഡ് സെറ്റ് ഫ്രീ ആക്കാനും അവരെ എൻകറേജ് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. കൂടുതലായിട്ടും ഒരു 9 ഇയർ ഏജ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 ഇയർ ഏജ് മുതൽ 14 ആ ഒരു ബാച്ച് അവർക്ക്, പിന്നെ ഇപ്പം 10th-ഉം 12th-ഉം ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടിയും ഒരു ബുദ്ധിമുട്ട് വരുന്ന സ്റ്റഡീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിട്ട് അവർക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 9 ആണ് നമ്മുടെ ബേസ് ഏജ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഗുഡ്. ആദ്യത്തെ ആ ഒരു വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് ഹൗ ഡിഡ് യു ഗെറ്റ് ദ സ്റ്റുഡൻസ്? എങ്ങനെയാണ് ആ വർക്ക്ഷോപ്പിലേക്ക് ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനെ കിട്ടിയത്? ഞാൻ ആദ്യം അനൗൺസ് ചെയ്തത് വാട്സപ്പ്
ത്രൂ ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു, ആരാ എടുക്കുന്നത്, റിജ തന്നെയാണോ എടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ നമ്മള് ക്ലാസ് എടുത്തു നോക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഡൗട്ട്സും പക്ഷെ അവരുടെ ഇടയിലുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ഒരു ബാച്ച് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ഡൗട്ട് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്ത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ചിലവർക്ക് 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാൽ പോലും അവരുടെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അവർ ഓക്കെ ആണ്, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തനിയെ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ആ ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒരു 10 ഡേയ്സിന്റെ ക്ലാസ് ആയിട്ടാണ് ഞാൻ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 10 ഡേയ്സ് ക്ലാസ്സിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അവർക്ക് ആ ഒരു ബേസിക് സ്റ്റിച്ചസും അതേപോലെ തന്നെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഏത് സ്റ്റിച്ച് വെച്ച് ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ വരെ പറഞ്ഞ് എത്തിച്ചു കൊടുക്കും. പിന്നീട് അവർക്ക് ആ ഒരു 10 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ക്രിയേറ്റീവ് പോലെ അവർക്ക് ആ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് എത്രമാത്രം വെറൈറ്റീസ് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഗുഡ് ഗുഡ്. സോ ഈ വെക്കേഷൻ ടൈമിൽ എത്ര ബാച്ചസ് എടുക്കാൻ പറ്റി? എനിക്കൊരു 4 ബാച്ചോളം എനിക്ക് എടുക്കാൻ പറ്റി. പ്ലസ് 2 അഡ്വാൻസ് ബാച്ചസും എനിക്ക് എടുക്കാൻ സാധിച്ചു. അതായത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ വന്നവരിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം എന്നുള്ളവർ അടുത്ത ഇതിലേക്ക് വന്നു. Yes. അതെ. അതായത് ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ചിന്ന് നമുക്ക് കുട്ടികളെ അഡ്വാൻസ്ഡ് ബാച്ച് അവര് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം അവര് തന്നെ വില്ലിങ് ആയി ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ക്ലാസ് കൂടി വേണം എന്ന് പറഞ്ഞിട്ടാണ് അഡ്വാൻസ് ബാച്ച് ആയിട്ട് ഫോം ചെയ്തത്. സൂപ്പർ സൂപ്പർ, വെരി ഓസം. ഓക്കെ, ഫസ്റ്റ് വാട്സപ്പിലാണ്. വാട്സപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നോൺ സർക്കിളിലായിരിക്കും അല്ലേ കൂടുതലായിട്ടും പോയിട്ടുണ്ടാവുക. അതെ. സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലീഡ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? സോഷ്യൽ മീഡിയ വഴി മാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്കും എനിക്ക് ഒട്ടും അത്ര ഫെമിലിയർ ആയിരുന്നില്ല. ബേസിക് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ മാമിന്റെ ക്ലാസ് വഴി ഞാൻ അവയർനെസ് ക്യാമ്പയിൻ നടത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു അവയർനെസ് ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടെല്ലാം ഞാൻ വാട്സപ്പ് ത്രൂ ആണ്. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു മാം ഇനി ലീഡും ഒക്കെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ ഒരു പ്രിപ്പറേഷനിലും കൂടിയാണ്. വെരി ഗുഡ്. ശരിക്കും ഈ പറഞ്ഞ പോലെ റിച്ച പറഞ്ഞല്ലോ, 0 നമ്മൾ അറ്റൻഡൻസ് ഷീറ്റിൽ ഇങ്ങനെ 0 എന്ന് എല്ലാ വീക്കിലും വന്ന് ഇടുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫസ്റ്റ് ഇൻകം, ആ ഫസ്റ്റ് രജിസ്ട്രേഷന്റെ ഇൻകം കിട്ടിയപ്പം ഹൗ ഡിഡ് യു ഫീൽ? സോ ടെൽ us എനിക്ക് the small income mean. അപ്പൊ തോന്നി നമ്മുടെ കൺസിസ്റ്റൻസി. മാം എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇൻകം നമുക്ക് എന്തായാലും, അത് കുറച്ചൊരു ലേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഐഡിയ എനിക്ക് അതൊന്ന് മനസ്സിലായി. അപ്പൊ മാം എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനെ 3 പോസ്റ്റേഴ്സ് ഇടണം, റീൽ ഇടണം, സ്റ്റോറി ഇടണം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ആഴ്ചയിൽ 3 പോസ്റ്റെങ്കിലും മിനിമം ഇടണം എന്ന് പറയണതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അവിടെ മനസ്സിലായി. ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകും തോറും എനിക്ക് ഓരോ ഫോളോവേഴ്സിനെ അറ്റൈൻ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് ശരിക്കും ആ പറഞ്ഞ പോലെ തന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഫസ്റ്റ് ഇൻകം കിട്ടിയപ്പോ തന്നെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതിന് ലഭിച്ചു. ആ ഒരു 0 നമുക്കൊരു ഇൻകം പെർ മന്ത് ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഹൗ ഡു യു ഫീൽ നൗ അബൌട്ട് യുവർ എബിലിറ്റി ടു ഗ്രോ ദിസ് ഫർദർ? ഇതിനെ ഇനി മുന്നോട്ടൊന്ന് ഗ്രോ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെ പറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് മനസ്സിലുള്ള പ്ലാനുകൾ? ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സെയിൽസ് നമുക്ക് ഷോപ്സിലൊക്കെ ഒന്ന് കൊടുത്ത് നമുക്ക് സെയിൽസ് കുറച്ചുകൂടിയും വേണം. അതുപോലെ തന്നെ എക്സിബിഷൻസുകളൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യണം. പിന്നെ കൂടെ ട്യൂട്ടോറിയൽസും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ. സ്റ്റുഡൻസിനെ, ഐ മീൻ കിഡ്സിനെ മാത്രമേ ഇനി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ? അത് വേറെ ഏതെങ്കിലും ഐ മീൻ കുറച്ചും കൂടെ വലിയ ആൾക്കാർക്ക് ഒത്തിരി പേരുണ്ടാവുമല്ലോ ഇതുപോലെ ആർട്ടൊക്കെ പഠിക്കണം അല്ലെങ്കിൽ പുതിയൊരു സ്കില്ലൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഈ പറഞ്ഞ പോലെ കുട്ടികളെ നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ കിട്ടുന്ന പോലെ അവരെ ക്ലാസ് ടൈമിലേക്ക് അവരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പം വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ പോലും അവർ ഒത്തിരി സ്ട്രെസ് ആയിരിക്കും. അവരുടെ ജോലിയുടെ ഭാഗത്തായിട്ടും ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ
തന്നെ അങ്ങനെയുള്ള കാറ്റഗറീസിനെയും അതുപോലെ തന്നെ ഹൗസ് വൈഫ്സിനെയും അവർ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അത് എന്നാൽ കഴിയട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ബാച്ചിനെയും കൂടിയാണ് ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ. നമ്മുടെ ഒരു ഇമോഷണൽ ഇമ്പാക്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ജേർണി ആസ് എ പേഴ്സൺ റിജ എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്കൊന്നും വന്നിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കുറച്ചൊരു ഐഡിയ കൊടുക്കണം, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നുണ്ട് എനിക്കും ഒരു ഓണ്ടർപ്രണർ ആവണം, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, ഒരുപാട് പേർക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഐഡിയ കൊടുക്കണം. ഇപ്പം മാം പറഞ്ഞ പോലെ ക്രോഷ്യ എന്ന് പറയുന്നത് ഒരു പരിധി വരെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. സൂപ്പർ. യു ആർ ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് വുമൺ. ഓക്കെ, ഇനി ഞാൻ അത് അങ്ങനെയാണ്. യു ആർ ലേബിൾ ആസ് എ ബിസിനസ് വുമൻ. സോ ഇപ്പോഴത്തെ ഒരു റിജയും ആസ് എ മോം ഒക്കെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു അമ്മ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹൗ ഡു യു ഫീൽ ടുഡേ? പ്രത്യേകിച്ചും ഫാമിലി എന്ത് പറയുന്നു? ഫാമിലി നല്ല സപ്പോർട്ടാണ്. മോനും മോളും ആണ് എനിക്കുള്ളത്. മോന് പറയും അമ്മ ചെയ്യ്, അങ്ങനെ ചെയ്യ്. അവര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അവര് പറയും അമ്മ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യ്, എന്താ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അപ്പൊ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ആ ഒരു കുട്ടികളുടെ ഇടയിലുള്ള ആ ഒരു മൊബൈലിനെ മാറ്റി അവരുടെ ക്രിയേറ്റിവിറ്റി. അപ്പം എന്റെ ബാച്ച്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ ബാച്ചിലേക്കൊക്കെ വന്ന് നോക്കും. അപ്പൊ പറയോ അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്കും ചെയ്യണം എന്ന് പറഞ്ഞു ഭയങ്കര അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ അവരും സ്കൂളിൽ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, ഫ്രണ്ട്സും മിസ്സുമാരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വേൾഡ് അവരും ഭയങ്കര ഹാപ്പി ആണെന്ന് എനിക്ക് മനസ്സിലായി. യെസ്, തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികളുടെ ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പറയുന്ന നമ്മുടെ മക്കൾ നമ്മുടെ പ്രൈഡ് ആണെന്ന്, തിരിച്ച് അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ പ്രൈഡ് അവരുടെ പാരന്റ്സ് ആണ്. അത് നമുക്ക് അറിയത്തില്ല. ഈ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം അവരുടെ മനസ്സിൽ ഇത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഡെഫിനറ്റ്ലി യു ആർ എ റോൾ മോഡൽ. റിയലി പ്രൗഡ് ഓഫ് യു. സോ താങ്ക് യു. ശരിക്കും ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് റിജയോട് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്നതാണ്. ഇപ്പൊ റിജ എനിക്ക് തോന്നുന്നു ഒരു 7 അല്ല മേ ബി 8 മാസത്തിന് മുകളിലായി കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട്, ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഏർണിംഗ് ഒരു 2 months ആയതേ ഉള്ളൂ. പൊതുവെ ആൾക്കാര് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും, ഡെസ്പായി പോകും, അങ്ങ് ക്വിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ആ ഒരു 6 month പീരീഡ് എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി സ്ട്രഗ്ലിംഗ് ആണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. കാരണം നമ്മൾ പറയും സക്സസ് സ്റ്റോറീസ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു, പക്ഷെ അതിനൊരു ഓപ്പോസിറ്റ് സൈഡും കൂടി ഉണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ സക്സസ് ആകുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴും ഒത്തിരി പേര് ഡിമോട്ടിവേറ്റ് ആയി പോവാറുണ്ട്. ഓക്കെ, ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്? നമുക്ക് നമ്മളെയാണ്, നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായേ പറ്റൂ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ പുഷ് ചെയ്ത് മുന്നിലേക്ക് എത്തിക്കില്ല. അതിനൊരു മീഡിയം എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു ഷൈയും അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ മാമിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി ഒരു എനർജി കിട്ടുക. അത് വേറെ മാം എപ്പോഴും പറയും നമ്മൾ തന്നെയാണ് അതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടത്, അതല്ലാതെ വേറെ ആരും നമ്മളെ പുഷ് ചെയ്യില്ല എന്ന് പറയും. അത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മളൊന്നും അല്ലാതെ ആയി തീർന്ന് ഈ ലോകത്ത് നിന്ന് പോകേണ്ട ആൾക്കാരല്ല എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനും കൂടി സാധിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റും. യെസ്, സൂപ്പർ. സോ നമ്മുടെ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഹാക്കത്തോണ്, അത് എത്രത്തോളം റിജനെ, പുതുതായെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് 2ാമത്തെ ഹാക്കത്തോൺ ബാച്ച് ആണ് റിജ അറ്റൻഡ് ചെയ്യുന്നത്, റൈറ്റ്? സോ അതെ. റിജയെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ ഹാക്കത്തോണ് ഒരു 4 മിഷൻ ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ടൈം എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. മാം വളരെ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു ബിഗിനർ ആണ്. എനിക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കേട്ട് വരുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഹാക്കത്തോണിൽ നിന്നും കുറച്ചുകൂടി ഒത്തിരി എന്താ പറയാ അഡ്വാൻസ്ഡ് ടെക്നോളജീസിനെ കുറിച്ചുള്ള
വളരെ എന്താ പറയാ എൻറ്റയർലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ബിഗിനർ ആണ് എന്ന നിലയ്ക്ക് അത് ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു. ബിഗിനർ ആണ് എന്ന നിലയ്ക്ക് മാം ആ ഒരു ഇനീഷ്യലി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് വരുത്തേണ്ട ഡെയിലി റൂട്ടീനുകളെ മുതൽ ടെക്നോളജി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതിൽ എത്രമാത്രം നമ്മൾ ഷൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി അതില് എനിക്ക് സെക്കൻഡ് ഹാക്കത്തോണിൽ എനിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയെ പറ്റി ഒന്നും അറിയില്ല, ടെക്നിക്കൽ ആയിട്ട് ഒന്നും അറിയത്തില്ല, സീറോ നോളജ് ആണ്, ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ഇത് പോസിബിൾ ആണോ? തീർച്ചയായും മാമിന്റെ ക്ലാസ്സിലാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങളെ കുറിച്ചും ഈ പറയുന്ന ആ എൻറ്റയർലി ഈച്ച് ആൻഡ് എവറി കാണിച്ചു തന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കണ്ടാണ് പറഞ്ഞു വരുന്നത്. ഞാൻ റിജയോട് ചോദിക്കാൻ കാരണം ബിക്കോസ് റിജ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഒത്തിരി അമ്മമാർ അല്ലെങ്കിൽ ഒത്തിരി വിമൺ ഓൺടർപ്രണേഴ്സ് ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും കോൺഫിഡന്റ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. ഇപ്പം നല്ല പ്രോഡക്റ്റ് ഉണ്ടാവും, നല്ല സർവീസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ സെയിൽസിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ കേപ്പബിലിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് അവർക്ക് ഉണ്ടാവാറില്ല. ദാറ്റ് ഇസ് വൈ ഐ ആം ആസ്കിങ് യു. അപ്പൊ അത് പോസിബിൾ ആണ് അല്ലെ? പോസിബിൾ ആണ്, ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. നമ്മുടെ മൈൻഡിൽ ഒരു ഇന്റൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കാം നമ്മൾ ഡേ ബൈ ഡേ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പുഷും കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെ ഭംഗിയായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. മുന്നേ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ? ഞാൻ വളരെ മോശമായിരുന്നു. ഞാൻ എന്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് ടൈം സ്പെൻഡിങ് ആണ് എന്നുള്ളൊരു ഒരു ചിന്താഗതിക്കാരിയായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് പാത്ത്. നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോസിൽ വരാനുള്ള ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഒക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിർബന്ധിച്ചാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ ആണ്. ഞാൻ ചെയ്താൽ കറക്റ്റ് ആവോ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യം ഇങ്ങനെയൊക്കെ പറയണം, ഞാൻ പറഞ്ഞ ശരിയാവോ, അങ്ങനെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പം മാം പറഞ്ഞു ധൈര്യമായിട്ട് നമ്മളുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് കാണിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ഒറ്റ ആ ഒരു ടാഗ് ലൈൻ കേട്ടപ്പോഴാണ് ശരിയാണ്, ഞാൻ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഫേസ് കാണിച്ച് അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കാണിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതില് പെർഫെക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, നമ്മളാണ് പ്രൈമറി എന്നുള്ളത് വളരെ എനിക്ക് അങ്ങനെയാണ് ഞാൻ ആ ഒരു ഷൈനസ് മാറ്റിയെടുക്കാൻ തന്നെ തുടങ്ങിയത്. അത് ഇപ്പം ഈ ഒരു പ്രസന്റേഷനിൽ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. റിജ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ചെയ്ത വീഡിയോസും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചോദിച്ചൊരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോയില് ഇന്നിപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന റിജയും തമ്മില് പ്രകടമായ മാറ്റം ഉണ്ടെന്നുള്ളതാണ്. അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഡിയർ. അതിലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. റിജയ്ക്ക് മറ്റുള്ള അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? കാരണം പല ആൾക്കാരും ായി ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെയാണ്. അതായത് കരിയർ ലൂസായി പോയി, മേ ബി ജോലി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊക്കെ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ കരിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കേ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നേരെ ഒരു ഫാമിലി ലൈഫിലേക്ക് വന്നു. പക്ഷെ ഇപ്പം ഏറ്റവും വലിയ പ്രോബ്ലം കുട്ടികൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് അവർ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ഒറ്റപ്പെടൽ ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ പലർക്കും വരും. അല്ലെങ്കിൽ പല ആൾക്കാരും ഉണ്ട് ഇത് എങ്ങനെയൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നവര്. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനുള്ള റിച്ചയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ള? ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ ഒത്തിരി ഫ്രണ്ട്സിനെ ഞാനും ഈ പറഞ്ഞ പോലെ അറിയും. ഇപ്പൊ ഞാൻ ജോലി വേണ്ട എന്ന് വെച്ച സമയത്തും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു അത് വേണ്ടാന്ന് വെക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ ഫാമിലി നമ്മൾ ടേക്ക് കെയർ ചെയ്തേ പറ്റൂ. ഈ പറയാനുള്ളത് നമ്മൾ തന്നെയാണ് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയേണ്ടത്. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ചിന്തിക്കുക,
വേറെ ആരും നമുക്ക് വേണ്ടി ഒരു വോയിസ് ഇറക്കില്ല. നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ടോക്സുകൾ നമ്മൾ കേൾക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറെ ഒരു ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. നമ്മൾ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും ആവാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഉള്ളിലെ മൈൻഡ് സെറ്റിനെ പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയുള്ള പോസിറ്റിവിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യുക. പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും ആയി തീരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പൊ ഉള്ള കഴിവുകളെ നമ്മൾ മോഡിഫൈ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ഇപ്പൊ ടീച്ചിങ് ആവണം എന്നില്ല, മറ്റുള്ളവരുടെ സ്കില്ല് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണോ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ. അത് വേറെ ആർക്കും ഒരു അതിൽ റോൾ ഇല്ല എന്ന് തന്നെ പറയണം. യെസ്, തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകളെ നമ്മളുടെ അറിവുകളെ പോലും നമുക്കൊരു കരിയറാക്കി മാറ്റിയെടുക്കാം. റിജ അതാണ് പ്രൂവ് ചെയ്യുക. റിജയ്ക്ക് പണ്ടെപ്പോഴോ അമ്മയുടെ അടുത്തുനിന്ന് കണ്ടു മറന്നൊരു കാര്യമാണ്. ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് നമ്മളെ തിരിച്ചു കയറി വരാൻ സഹായിച്ചത് അങ്ങനെ വെച്ചുപോയ ഒരു കാര്യമാണ്, റൈറ്റ്? അതുപോലെ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരുടെയും ഉള്ളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവില്ലാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടാകത്തില്ല. ചില ആൾക്കാർ ഈവൻ നന്നായിട്ട് ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് പോലും ഒരു കഴിവാണ്. സോ അതിനെയൊക്കെ അതെ. നമുക്ക് പറഞ്ഞതുപോലെ ഒരു കരിയറാക്കി ഇൻകം ആക്കി മാറ്റിയെടുക്കാം. ആൻഡ് യു പ്രൂവ്ഡ് ദാറ്റ് ആൻഡ് ഐ റിയലി പ്രൗഡ് ഓഫ് യു. ആൻഡ് റിജയുടെ വിഷൻസ് ആണെങ്കിലും മിഷൻ ആണെങ്കിലും ഒത്തിരി വലുതാണ്. അതൊക്കെ തീർച്ചയായിട്ടും റിജയ്ക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് റിജ. ഈ ഒരു റിജയുടെ ജേർണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനതിനെ ഇങ്ങനെയാ പറയാ, സീറോ ടു ഹീറോ എന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പറയാനും, കാരണം അത് ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. ആൻഡ് ഐ എം ഷുവർ ഇത് ഒത്തിരി അമ്മമാർക്കല്ല, നമ്മുടെ ഈ ഒരു മോം ബിസിനസ് ഹബിൽ മാത്രമല്ല, പുറത്തുമുള്ള ഒരുപാട് അമ്മമാർക്ക് ഒത്തിരി പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യമാണ്. പലരുടെ ഒരു പ്രശ്നം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫണ്ട്, പൈസ ഒരു വലിയ പ്രശ്നമാണ്. റിജിക്ക് എത്ര രൂപ ചെലവായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്? എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് യാണിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ച് യാണുകള്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യാണുകൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ എന്റെ അടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് പറയും, ഇതൊക്കെ എന്തിനാ ഈ വാങ്ങിച്ചു കൂട്ടണേ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ നമുക്ക് അതൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ അതിൽ നിന്ന് നമുക്ക് പയ്യെ പയ്യെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറും. നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഈ പറഞ്ഞ പോലെ ഒരു 2500 എന്ന് വേണമെങ്കിൽ ഒരു അത്രമാത്രമാണ് എനിക്ക് ചെലവ് താഴെ. വന്നിട്ടുള്ളത്. അതെ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വി കൻ സ്റ്റാർട്ട് സംതിങ് അല്ലെ. ഇപ്പൊ ബിസിനസ്സിലേക്ക് വരാൻ ആൾക്കാർ മടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മടിച്ചു നിൽക്കുന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം കയ്യിലുള്ളത് വെച്ചിട്ട് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് റിജ. അപ്പൊ അതൊരു പ്രശ്നമേ അല്ല. നമുക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല, നമുക്ക് അതില്ല ഇതില്ല, ഇതൊന്നും ഒരു കാര്യമല്ലെന്ന് ഈ ഓൾറെഡി പ്രൂവ്ഡ്. ദാറ്റ് ഇസ് വൈ ഐ സെഡ് ഒത്തിരി പേർക്ക് ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ റിജ പങ്കുവെച്ച റിജയുടെ ഒരു ജേർണിയും റിജയുടെ ഒരു എക്സ്പീരിയൻസും. ആൻഡ് ഐ റിയലി താങ്ക് യു ഡിയർ, ആൻഡ് ഐ റിയലി പ്രൗഡ് ഓഫ് യു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവാൻ റിജിക്ക് സാധിക്കട്ടെ. ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂ ആക്ച്വലി ഒരു ബിഗിനിങ് മാത്രമാണ്. എനിക്ക് ഇനി റിജയുമായിട്ട് ഇതുപോലെ ഒത്തിരി ഇന്റർവ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. അതും ഒത്തിരി കാലം ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ അടുത്ത ലെവലുകളിലേക്ക് റിജ പോട്ടെ. ആൻഡ് ഐ റിയലി എക്സൈറ്റഡ് ടു സീ യുവർ ക്രോഷേ അക്കാഡമി ഗ്രോ ഫർദർ. ഒത്തിരി ഉയരങ്ങളിലേക്ക് റിജ സ്വപ്നം കാണുന്നത് പോലെ റിജയുടെ ആ ഒരു ക്രോഷേ അക്കാഡമി പോട്ടെ. നല്ലൊരു ഇന്റൻഷൻ ആണ് അത്. ഒത്തിരി കുഞ്ഞുങ്ങളെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിനെ ആക്ച്വലി കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മൊബൈൽ മാത്രമല്ല, വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഡേയ്സ് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള വലിയൊരു കോഴ്സാണ് അത്. അതേപോലെ തന്നെ ഒത്തിരി അമ്മമാർക്കും ഒരുപാട് പേർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. ഒത്തിരി പേരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ട് രചിക്ക് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ സപ്പോർട്ടിനും അതുപോലെ തന്നെ മാമിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ ടോക്സും അത് എപ്പോഴും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു മാം.